ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു അവിൽ മിൽക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ കഴിക്കുന്ന കടയിൽ നിന്നൊക്കെ കഴിക്കുന്നതിനേക്കാളൊക്കെ ഒരുപാടധികം ടേസ്റ്റ് ഉണ്ട് ഈ ഒരു അവിൽ മിൽക്കിന്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പം നമുക്ക് ആദ്യം അവിലൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം നല്ല ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 കപ്പ് അവിലിൻ്റെ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 കപ്പ് അവിൽ, നമ്മുടെ നോർമൽ ആ ഒരു തിന്ന് അവിൽ തന്നെയാണ് കേട്ടോ. ഇത് ചേർത്തിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ആ ഒരു ക്രിസ്പി ആയിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്ന വിധത്തിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക, ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സാധാരണ അവിൽ മിൽക്കിന് കുറച്ച് കട്ടിയുള്ള ആ ഒരു അവിലാണ് യൂസ് ചെയ്യാറ്. അത് ജസ്റ്റ് ഒന്ന് നെയ്യൊന്നും ചേർക്കില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ഒരു തിന്നായിട്ടുള്ള അവിൽ നല്ല ക്രിസ്പി ആയിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മളത് അതിലോട്ട് ചേർത്ത് സെർവ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മുടെ അവിൽ നല്ല റോസ്റ്റ് ആയിട്ടുണ്ട്, നല്ല ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പെട്ടെന്ന് തന്നെ മാറ്റണം കേട്ടോ വേറൊരു പാത്രത്തിലോട്ട്. ഇനി നമുക്ക് പഴം ഉടച്ചെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 10 പഴം ഞാൻ എടുക്കുന്നുണ്ട്. സാധാരണ അവിൽ മിൽക്കിന് മൈസൂർ പഴമാണ് യൂസ് ചെയ്യാറ്. പക്ഷേ മൈസൂർ പഴം ഇല്ലാത്ത കൊണ്ട് ഞാൻ നോർമൽ പഴം വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ 10 എണ്ണം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞു കൊടുത്തിട്ട് ഇനി ഇതിലോട്ട് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു 1/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും പഴത്തിന് 10 പഴത്തിന് 1/4 കപ്പ് പഞ്ചസാര, അതുപോലെ 2 കപ്പ് അവിലും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഒരു ഫോർക്ക് വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഞാൻ ബൗളൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഉടച്ചെടുക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് വലിയ ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇങ്ങനെ മാഷ് ചെയ്തെടുക്കുക. മിക്സിയിൽ ഇട്ടിട്ടൊന്നും അടിക്കരുത്, ജസ്റ്റ് ഇതുപോലെ മാഷ് ചെയ്താൽ മതി. ചെറിയ ചെറിയ പീസസൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ കുറച്ച് ചെറിയ പീസസൊക്കെ ഇതിൽ ഉണ്ടാവണം, അല്ലാതെ ഫുള്ള് ഫൈൻ പേസ്റ്റായിട്ടല്ല കേട്ടോ മാഷ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പം നന്നായിട്ടിത് അത്യാവശ്യം മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിലോട്ട് ആദ്യം 1/4 പാകത്തോളം നമ്മുടെ പഴം ഉടച്ചത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ സെർവ് ചെയ്യുന്നത് ആ ഒരു ഗ്ലാസ്സിൽ 1/4 പാകത്തോളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഒരു 4-5 ടേബിൾ സ്പൂണ് നമ്മുടെ അവിൽ വറുത്തത് അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് പാല് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 പാകത്തോളം പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 1 ലിറ്റർ പാല് തിളപ്പിച്ച് നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ഗ്ലാസ്സിലോട്ടും ഇതുപോലെ കുറച്ച് പാല് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/4 പാകത്തോളം പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിലോട്ട് ഫ്രൂട്ട്സോ അതുപോലെ പീനട്ടോ അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, അണ്ടിപ്പരിപ്പും കിസ്മിസും. അപ്പോൾ അത് റോസ്റ്റ് ചെയ്ത് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പീനട്ട് ഇഷ്ടമാണെങ്കിൽ കുറച്ച് പീനട്ട് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് മധുരമൊക്കെ നോക്കാം. അപ്പോൾ പാകത്തിനുള്ള മധുരമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ ഇതിൻ്റെ മധുരമൊക്കെ. നല്ല പാകത്തിനായിട്ടുണ്ട്, അടിപൊളി. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് കുറച്ചും കൂടെ അവിൽ വറുത്തത് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ കഴിക്കാം കേട്ടോ. നമ്മൾ ഓരോരുത്തരും കഴിക്കാൻ നേരത്ത് ഇങ്ങനെ സെർവ് ചെയ്ത് ലെയർ ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഐസ്ക്രീമും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഓപ്ഷണലാണ് കേട്ടോ. ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ മുകളിലോട്ട് കുറച്ച് അവിലും അതുപോലെ ക്രഷ് ചെയ്ത് അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള അവിൽ മിൽക്കാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്